നിങ്ങളൊരു വീഡിയോ എഡിറ്ററാണോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ, ഉപകാരപ്പെടും. എല്ലാ എഡിറ്റർമാരും നേരിടുന്ന ഒരു ലോഡ് പ്രശ്നങ്ങളുണ്ട്. ഒരു സോങ് സെലക്ട് ചെയ്യുന്നത് മുതൽ ലാസ്റ്റ് ഫൈനൽ ഔട്ട് കൊടുക്കുന്നോടം വരെ ഭ്രാന്ത് പിടിച്ച കുറേ ജോലികളുണ്ട്. നമ്മൾ എഡിറ്റ് ചെയ്ത് വന്ന വീഡിയോയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് സൗണ്ട് എഫക്ട്സ് വേണം, ട്രാൻസിഷൻസ് വേണം, ടെക്സ്റ്റ് എഫക്ട്സ് വേണം, അങ്ങനെ ഒരുപാട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിന് താഴെ നമുക്ക് എപ്പോഴും കൊടുക്കാനായിട്ട് ഒരു ലോവർ തേർഡ് ബാർ വേണം. അല്ലെങ്കിൽ അതിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യിക്കുന്ന ഒരു കാർഡ് വേണം. എന്നാൽ ഇതുപോലുള്ള അസറ്റുകൾ നമ്മൾ ഗൂഗിൾ ചെയ്തെടുക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സമയമെടുക്കും. എന്നാൽ ഇതെല്ലാം നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വരുമ്പോൾ അവിടെ ഇവിടെ എല്ലാം കിടന്ന് ക്ലട്ടർ ചെയ്ത് ഒരു മെനക്കേട് പിടിച്ചൊരു അവസ്ഥയെ മാറും. എന്നാൽ ആ അവസ്ഥ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഒരു ഫ്രീ പ്ലഗിൻ ഉണ്ട്. അതാണ് മിസ്റ്റർ ഹോഴ്സ് എന്നുള്ളത്. മിസ്റ്റർ ഹോഴ്സ് എന്നുള്ള ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് മാനേജർ എന്ന് പറഞ്ഞൊരു പ്ലഗിൻ ഉണ്ട്. അതിൽ പ്രീമിയർ പ്രോയിലും ആഫ്റ്റർ എഫക്ട്സിന് ഉപയോഗിക്കാവുന്ന ഇഷ്ടം പോലെ ഫ്രീ ആയിട്ടുള്ള അസറ്റുകൾ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബ്രൗസർ എടുക്കാം. ഗൂഗിളിലായിട്ട് നമുക്ക് മിസ്റ്റർ ഹോഴ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ഈ വരുന്ന ഫസ്റ്റ് ലിങ്കാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഇതാണ് മിസ്റ്റർ ഹോഴ്സിൻ്റെ പേജ്. നമുക്കിവിടെ മുകളിൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അതിൽ നമുക്ക് പ്രൊഡക്ട്സ് ഫോർ ആഫ്റ്റർ എഫക്ട്സ് നമുക്കൊന്ന് നോക്കാം. അതുതന്നെ ഒരു ഫ്രീ പ്ലഗിനാണ് മിസ്റ്റർ ഹോഴ്സ് നമുക്ക് തരുന്നത്. നമുക്കതിൽ ഒരുപാട് ആനിമേഷൻ പ്രീസെറ്റുകൾ, അതിപ്പോൾ ടെക്സ്റ്റ് പ്രീസെറ്റ് ആണെങ്കിലും ട്രാൻസിഷൻസ് ആണെങ്കിലും ഒരുപാട് അസറ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ അടുത്ത പ്രൊജക്റ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്കത് പ്ലഗിൻ ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്ക് ആദ്യം ഇവിടെ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഓൾറെഡി മിസ്റ്റർ ഹോഴ്സിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇവിടെ ഫ്രീ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ഫ്രീ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞാനത് ലോഗിൻ ചെയ്യുകയാണ്. ഇതിപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആനിമേഷൻ കമ്പോസറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. മുകളിൽ ഡൗൺലോഡ് മിസ്റ്റർ ഹോഴ്സ് പ്രൊഡക്റ്റ് മാനേജർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഓക്കെ, അതിൽ വിൻഡോസ് എന്നുകൊണ്ട് മാക് ഉണ്ട്. എനിക്കിവിടെ മാക് OS ആണ്, അതുകൊണ്ട് ഞാൻ മാക് OS ആണ് ക്ലിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്യുന്നതാണ് മിസ്റ്റർ ഹോഴ്സിൻ്റെ പ്രൊഡക്റ്റ് മാനേജർ പ്ലഗിൻ. ഇത് നമുക്ക് ഈ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന മിസ്റ്റർ ഹോഴ്സ് പ്രൊഡക്റ്റ് മാനേജർ അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ഇവിടെ നേരത്തെ എൻ്റെ അക്കൗണ്ട് ഞാൻ ലോഗിൻ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ മെയിൽ ID അവിടെ വന്നിരിക്കുന്നത്. നമുക്കിവിടെ ആഫ്റ്റർ എഫക്ട്സിൻ്റെ സെക്ഷനിൽ നമുക്ക് ആനിമേഷൻ കമ്പോസർ ഉണ്ട്, അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റാർട്ടർ പാക്കും ഇൻസ്റ്റാൾ ആവുന്നതാണ്. അങ്ങനെ സ്റ്റാർട്ടർ പാക്ക് ഇൻസ്റ്റാളായി. നമുക്ക് പ്രീമിയർ പ്രോൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രീമിയർ കമ്പോസറുണ്ട്, സ്റ്റാർട്ടർ പാക്കും ഉണ്ട്. ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമ്മുടെ 2 പ്ലഗിൻസും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊഡക്റ്റ് മാനേജർ ക്ലോസ് ചെയ്യാം. ബ്രൗസറും കൂടെ ഒന്ന് ക്ലോസ് ചെയ്തേക്കാം. അങ്ങനെ നമ്മൾ മിസ്റ്റർ ഹോഴ്സിൻ്റെ പ്രൊഡക്റ്റ് മാനേജർ പ്ലഗിൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ പ്ലഗിൻ എങ്ങനെ പ്രീമിയർ പ്രോയിലും ആഫ്റ്റർ എഫക്ട്സിലും എങ്ങനെ ആക്സസ് ചെയ്യണം, ഇതിലുള്ള അസറ്റുകൾ എങ്ങനെ നമ്മൾ ഒരു പ്രോജക്റ്റിലേക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് നമ്മുടെ ഒരു ബ്ലാങ്ക് പ്രൊജക്റ്റാണ്. നമുക്കിതിലേക്ക് തൽക്കാലിപ്പോൾ ഒരു ഇമേജ് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി വിൻഡോയിൽ പോവുക. വിൻഡോയിൽ എക്സ്റ്റൻഷൻസിൽ പ്രീമിയർ കമ്പോസർ, അതാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തൊരു പ്ലഗിൻ. ലോഡ് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഈ സ്റ്റാർട്ടർ പാക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ, ടെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരുപാട് പ്രീസെറ്റുകൾ കാണാൻ പറ്റും. ഒരു ബോക്സിനുള്ളിൽ ടെക്സ്റ്റ് ഉള്ള ഒരുപാട് പ്രീസെറ്റ്. ഇപ്പോൾ ടെക്സ്റ്റ് മാത്രമായിട്ടുള്ള കുറേ പ്രീസെറ്റുകളുണ്ട്. ട്രാൻസിഷൻസിൽ ഒരു ലോഡ് ട്രാൻസിഷൻസ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. പാൻ ഉണ്ട്, സൂം ഉണ്ട്, then ഷെയ്ക്ക് ആൻഡ് ഡിസ്റ്റോർട്ട് ഉണ്ട്, ലൈറ്റ് ലീക്ക്, ഫെയ്ഡ് ടു ബ്ലാക്ക്, ഗ്ലിച്ച്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ലോവർ തേർഡുകൾ തന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ലൈക്ക് ബട്ടൺ, ഡിസ്ലൈക്ക് ബട്ടൺ, നമ്മുടെ ചാനലിൻ്റെ നെയിം, ഇപ്പോൾ സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണ്, പിന്നെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ അങ്ങനെ. പിന്നെ ഇതുപോലെ ഷെയ്പ്പ് എലമെൻറ്റ്സ് ഒരുപാടുണ്ട്. നമുക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്യണം, അങ്ങനെ കുറേ ഷേപ്പ്, പിന്നെ കുറേ ഷൈനിങ് എഫക്റ്റ്, അത് റെയിൻബോ റെയിൻ, അങ്ങനെ കുറേ സാധനം. പിന്നെ ഉള്ളതാണ് ഇവിടെ സൗണ്ട് ലൈബ്രറി. ഇതിൽ ഒരുപാട് സൗണ്ട് എഫക്ട്സും ഈ പാക്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കേട്ടതുപോലെ തന്നെ ഒരു ലോഡ് സൗണ്ട് എഫക്ട്സും നമുക്ക് ഈ പാക്കിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്.
ഇപ്പോൾ നമുക്ക് തൽക്കാലം ടെക്സ്റ്റ് പ്രീസെറ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്കിപ്പോൾ ഏത് ടെക്സ്റ്റ് പ്രീസെറ്റ് ആണോ വേണ്ടത് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് താഴെ ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. ഇത് ലോഡ് ചെയ്യാൻ കുറച്ച് സമയം കൊടുക്കുക. ഓക്കെ, ഇതിൽ ട്രാൻസ്ഫോം വെച്ചാൽ നമുക്ക് അതിൻ്റെ സൈസ്, റൊട്ടേഷൻ അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ടെക്സ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ടെക്സ്റ്റ് ഏതാണോ അത് നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ ഒരു പ്രീസെറ്റ് നമ്മൾ പ്രീമിയർ പ്രോയിലെ ടൈം ലൈനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു പുതിയ പ്രൊജക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വിൻഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ ആനിമേഷൻ കമ്പോസർ 3 എന്ന് പറഞ്ഞ ഈ ഒരു ടാബില്ലേ, ഇതാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത പ്ലഗ്. ഇത് നമുക്ക് തൽക്കാലം ഇതൊന്ന് ക്ലോസ് ചെയ്യാം. നമുക്കിതിൻ്റെ വർക്കിംഗ് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഒരു ലോഗോ നമുക്കിപ്പോൾ തൽക്കാലം ആഫ്റ്റർ എഫക്ട്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഇമേജ് നമുക്ക് കോമ്പോസിഷനിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ തൽക്കാലം ഇതൊന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 10 സെക്കൻഡ് ഒക്കെ ഇടാം. ഓക്കെ, നമുക്കിതിൻ്റെ സ്കെയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സ്കെയിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ലോഗോയുടെ സൈസ്. ഇനി വിൻഡോയിൽ പോവുക, ആനിമേഷൻ കമ്പോസർ എടുക്കുക, സ്റ്റാർട്ടർ പ്രീസെറ്റിൽ എടുക്കുക. എനിക്കിപ്പോൾ ഈ രണ്ടാമത്തെ ആക്ഷനാണ് എനിക്കിത് ലോഗോയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് പറ്റും. അപ്പോൾ നമുക്കതിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ച് നമുക്ക് ഓപ്ഷൻസ് വേറെ വരുന്നുണ്ട്, ഏത് സൈഡിൽ നിന്ന് വേണം നമുക്ക്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോഗോയിലേക്ക് ഇതങ്ങ് അപ്ലൈ ആവും. പിന്നെ പ്രോപ്പർട്ടീസ് ഒന്നും ഇങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഓടിച്ചു വിട്ട് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ആനിമേഷൻ സക്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് മിസ്റ്റർ ഹോഴ്സ് പ്രൊഡക്റ്റ് മാനേജറിനെ പറ്റിയുള്ള വീഡിയോ. അപ്പോൾ മേക്ക് ഷുവർ എഡിറ്റ് സ്ക്വാഡ് എന്ന ചാനൽ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. ഇതുപോലുള്ള ധാരാളം വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും.